ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എക്സാമിന് മുൻപ് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർ എക്സാം നല്ലതുപോലെ എഴുതാനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ മാത്യു എന്ന കുട്ടി വേഗം വരുന്നതിനായാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ സ്കൂളിൽ ഇവനെ പോലെ തുണ്ടുവെക്കാനുള്ള കഴിവ് മറ്റാർക്കുമില്ല. അതുകൊണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവനെ കാത്തിരിക്കുന്നു. നോക്കുമ്പോൾ അവൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവന്റെ ഡ്യൂട്ടി തുടങ്ങുന്നു. ആദ്യം ഒരു കുട്ടിക്ക് സ്കെയിൽ കൊടുക്കുന്നു, ഒരു കുട്ടിക്ക് ജോമെട്രി ബോക്സ്, എറൈസർ, പെൻസിൽ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ കൊടുക്കുന്നു. അടുത്ത കുറച്ചു നിമിഷത്തിൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പെണ്ണിന്റെ കയ്യിൽ അവൾ മെഹന്തിയിൽ തന്നെ തുണ്ടെഴുതി വെച്ചിരിക്കുന്നു. അടുത്തയാൾ ജോമെട്രി ബോക്സ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ ഫോട്ടോയ്ക്ക് പുറകിൽ ഒരു ബുക്ക് പോലെ തുണ്ടെഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവൻ കൊടുത്ത സ്കെയില് തിരിച്ചു നോക്കുമ്പോൾ അതിലും എഴുതി വെച്ചിരിക്കുന്നു. എറൈസറിന്റെ കവർ തുറക്കുമ്പോൾ അതിനകത്ത് 1 മീറ്റർ നീളത്തിലൊരു പേപ്പർ എഴുതി മടക്കി വെച്ചിരിക്കുന്നു. ഇവൻ കൊടുത്ത പെൻസിൽ മുതൽ ഷാർപ്നർ വരെ ഓരോ സാധനത്തിലും പ്രിന്റ് എടുത്തതുപോലെ പെർഫെക്റ്റ് ആയി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് എക്സ്ട്രാ ഷീറ്റ് കൊടുക്കാൻ വന്ന ടീച്ചർ അറിയാതെ മാത്യുവിന്റെ വാട്ടർ ബോട്ടിൽ തട്ടിയിടുന്നു. ഉടനെ ബോട്ടിൽ താഴെ വീണ് അതിന്റെ അടപ്പ് തുറക്കുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു വരുന്നില്ല. അത് കണ്ട് സംശയം തോന്നിയ ടീച്ചർ അത് എടുത്തു നോക്കുമ്പോൾ ബോട്ടിലിന്റെ വായ്വട്ടം കവർ കൊണ്ട് മൂടിയിട്ട് അടപ്പിനകത്ത് തുണ്ടെഴുതി വെച്ചിരിക്കുന്നു. ഉടനെ അവനെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആക്ച്വലി ഇവന്റെ അച്ഛൻ പോലീസും അമ്മ ടീച്ചറുമാണ്. പക്ഷെ മകൻ പഠിക്കാതെ തുണ്ട് വെച്ച് എക്സാം എഴുതുന്നു. പ്രിൻസിപ്പൽ ഉടനെ അവന്റെ അച്ഛനെ വിളിപ്പിച്ച് പരാതി പറയുന്നു. അച്ഛൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതോടെ ആ പ്രശ്നം തീരുന്നു. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞ് അവന്റെ അച്ഛൻ പോലീസ് എക്സാമിൽ തുണ്ടുവെച്ച് പിടിക്കപ്പെട്ടതായി ന്യൂസിൽ കാണിക്കുന്നു.